കോഴിക്കോട്ട് ഉം. KGF ഉണ്ട്, കേരള ഗസൽ ഫൗണ്ടേഷൻ. ആ. അവിടെ പോവാനും അവിടെ ഇരുന്ന് പാടാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുറേ മ്യൂസിക് ഇങ്ങനെ ഹൃദയത്തിൽ ചങ്കായിട്ട് വച്ചിരിക്കുന്ന കുറേ അധികം സഹോദരന്മാരും സഹോദരിമാരുണ്ട്. അവർ വന്നിട്ട് നമ്മുടെ കൂടെ പാടും. അവരിൽ ചിലർ പാടുകയും ഹാർമോണിയം വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ. ഇങ്ങനെ നമ്മളൊരു സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയി ആ മച്ചിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പാട്ട് പാടുന്നത്. മെഹഫിൽ രാത്രികളാണ്. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ മിക്കതും ബാബുക്കയുടെ പാട്ടുകളാണ് കൂടുതൽ പാടാറുള്ളത്. അതുപോലെ റഫീ സാബിൻ്റെ പാട്ടുകൾ, ഹിന്ദി പാട്ടുകൾ, ഗസൽസ് എല്ലാം അവിടെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കോഴിക്കോട് പോയി കഴിഞ്ഞാൽ അവിടെ പോകണം. 2 പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും പാടാനല്ല, ഇത് കേൾക്കാൻ. കാരണം അവർ അസാധ്യമായിട്ടാണ് പാടുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോഴത്തേക്കും ഇന്നലെ മയങ്ങുമ്പോൾ അത് പാടി, എല്ലാവരും കൂടെ ചേർന്ന് പാടി. അത് ഞാനും പാടി. അപ്പോൾ ഹാർമോണിയം വായിച്ച അദ്ദേഹത്തിനെ ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ച് അന്ന് പാടിയതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഏറ്റവും സന്തോഷത്തോടുകൂടി പാടിയ ഒരു ഇന്നലെ മയങ്ങുമ്പോൾ. അപ്പോൾ ആ പാട്ട് എല്ലാ കാലത്തും ലെജൻഡറി ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ടോപ്പ് സിംഗർ സീസൺ 6 ഇപ്പോൾ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ് അല്ലേ? അതെ, നമ്മുടെ കുഞ്ഞ് പാടാൻ പോവാണ് അല്ലേ? യെസ്. ആ കുഞ്ഞാരാണ്? ആ കുഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റിയാൻകുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം റിയാൻ ഓൺ സ്റ്റേജ്. മക്കളെ കണ്ടിട്ട് എത്ര ദിവസമായി? ആ ഉണ്ണി സാറിനെ MJ സാറിനൊക്കെ കണ്ടിട്ട് എത്ര നാളായി. ഹായ് റിയാൻകുട്ടാ. ഹായ് ഉണ്ണി സാറേ. സന്തോഷം വീണ്ടും കാണുന്നതിൽ. ആ സുഖല്ലടാ? സുഖോ ചേച്ചി. മുടി വെട്ടിയോ? ആ മുടി വെട്ടി. ആ, മിടുക്കനായിട്ടുണ്ടല്ലോ മുടിയൊക്കെ വെട്ടിയിട്ട്. ഓ താങ്ക് യു ചേച്ചി. സ്റ്റൈലായിട്ടാ വെട്ടിയിരിക്കുന്നത്. അതെ. രേവടാ, എന്തോ സാർ ഞാനില്ലാത്ത സമയത്ത് ഏതോ പാട്ട് പാടി പൊളിച്ചെന്ന് പറഞ്ഞു കേട്ടല്ലോ. ആ അതേതായിരുന്നു? മഴ കൊണ്ടു മാത്രം. മുളയ്ക്കുന്ന വിത്തുകൾ. വിത്തുകൾ. ആ അതിന് എത്ര മാർക്ക് കിട്ടി? 100. ഇപ്പൊ 100 ഇല്ലാതെ പരിപാടിയില്ലേ? ഇല്ല, +2 stars. 2 stars. ഗംഭീരല്ലേ? അതെ സാറേ, ഉണ്ണിമേനോൻ സാറിന്റെ ഒരു പാട്ട് ഞാൻ ഉണ്ണിമേനോൻ സാർ ഇല്ലാത്ത സമയത്ത് പാടിയായിരുന്നു. അതേതാ? രാവിൽ പൂന്തേൻ. അയ്യോ, അപ്പൊ ഞാൻ നമ്മൾ മിസ് ചെയ്തല്ലോ. പറയുകയും മിസ് ചെയ്തു, പറഞ്ഞു. ഉണ്ണിയങ്കളിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഇന്ന് എനിക്ക് നല്ല എന്തെങ്കിലും പാടിത്തരണേ. ആ എല്ലാം രാവിൽ പൂന്തേൻ തന്നെ പാടാ. അതന്നെ ആ പാട്ടൊന്ന് പാടിത്തരാം. ഓക്കെ. ഓക്കെ. ഇപ്പൊ ഇന്നലെ മയങ്ങുമ്പോൾ അതെ. അങ്കിള് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ആണോ? ഭയങ്കര എനിക്ക് ഭയങ്കര ഒത്തിരി ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. ഭയങ്കര ആർക്കാ ഇഷ്ടമുള്ള. ഇഷ്ടമില്ലാത്ത പാട്ട്? എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട് അറിയാൻ കൂട്ടാ. ഞാൻ പറയായിരുന്നേ, ഇപ്പം ഈ റിയാലിറ്റി ഷോയില് ഇപ്പം ഈ പാട്ട് പാടി കഴിഞ്ഞാലും എനിക്ക് ഈ പാട്ട് എപ്പോഴും വെച്ചരണേന്ന് മറക്കാതിരിക്കാൻ. ആഹാ. അത്ര ബ്യൂട്ടിഫുൾ സോങ് ആണ്. എങ്ങനെ മറക്കാൻ പറ്റും നമുക്ക് അല്ലേ? അപ്പൊ ഡീറ്റെയിൽസ് പറയട്ടെ. സിനിമ അന്വേഷിച്ചു കണ്ടെത്തിയില്ല. മ്യൂസിക് MS ബാബുരാജ് സാർ. ലിറിക്സ് P ഭാസ്കരൻ മാസ്റ്റർ. പാടിയത് ഏറ്റവും പ്രിയപ്പെട്ട KJ യേശുദാസ് സാർ. ഓക്കെ. വർഷം 1967. യെസ്, Yes. മിടുക്കൻ. അപ്പൊ പാടിക്കോ. ഓക്കെ ഓക്കെ. നന്നായി പാടിനെ അറിയാൻ കൂട്ടാ. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. താങ്ക് യു സാർ. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലെ കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലെ കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലെ കേട്ടുണർന്നു. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാധവ മാസത്തിൽ
വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ പൗർണമി സന്ധ്യ തൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നോ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നോ ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു വാനത്തിൻ നീരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ വാനത്തിൻ നീരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ മൂടുപടമണിഞ്ഞ മോഹസങ്കൽപ്പം പോലെ മൂടുപടമണിഞ്ഞ മോഹസങ്കൽപ്പം പോലെ മോടി വിളിക്കാതെ നീ വന്നോ മോടി വിളിക്കാതെ നീ വന്നോ ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു ആഹാ മിടുക്കം കേട്ടോ. താങ്ക് യു ചേച്ചി. ഞാൻ അവസാനത്തെ ഒരു ആഡ്ലിബും കൂടെ പ്രതീക്ഷിച്ചാട്ടോ. എന്താ ഇങ്ങനെ നിർത്തിയിട്ടെ ആ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു. ഒറിജിനൽ അങ്ങനെ ഇല്ല സാറേ. അതാ. അങ്ങനെ ഇല്ല, അതുകൂടെ പ്രതീക്ഷിച്ചു. ആ അങ്ങനെ ഒന്ന് പാടിത്തരോ? ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു. മിടുക്കം. താങ്ക് യു സാർ. എം ജെ സാറേ, എന്തോ ഞാൻ ആദ്യമായിട്ട് അനുചരണമൊക്കെയുള്ള പാട്ട് പാടണേ. അനുചരണമുള്ളത് ആ നല്ലതല്ലേ? അതെ അതെ കുറച്ചുകൂടെ പാടാനുള്ള ഒരു അവസരമല്ലേ? പാട്ടിന് നീളവും കൂടുമല്ലോ അതെ. അല്ലേ? 6 മിനിറ്റ് ഉണ്ട് ഈ പാട്ട്. ആ നമ്മള് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പാടിയില്ലേ പറ്റൂ. അതെ അതല്ലേ പാടിയിരിക്കുന്ന കുട്ടൻ. നന്നായില്ലേ? എന്താ കുഴപ്പം? റിയാൻകുട്ടാ, എന്തോ ആയിരുന്നു ചേച്ചി? എന്ത് രസമുള്ള പാട്ടാ റിയാൻകുട്ടാ ഇത്. ഓ എത്ര തവണ കേട്ടാലും 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 മതിവരാത്ത പാട്ട്. ആ അത് ശരിയാ. ഒരു 100 തവണ കേട്ടാലും പിന്നെയും കേൾക്കണം തോന്നും. 1000 തവണ കേട്ടാലും പിന്നെയും കേൾക്കണം തോന്നും. എത്ര കേട്ടാലും മതി വരുന്നില്ല. ചേച്ചി ഉം എന്റെ അമ്മയ്ക്കില്ലേ ഈ ഉം. ചില പാട്ടൊക്കെ ഈ റിപ്പീറ്റ് ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കൂലേ, പാട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. ആ. അങ്ങനെ കേൾക്കുമ്പോ അമ്മയ്ക്ക് സാധാരണ മടുക്കുമായിരുന്നു. പക്ഷെ ഈ പാട്ടിന് അമ്മയ്ക്ക് മടുപ്പ് വരുന്നില്ല. മടുപ്പ് ആ, അമ്മയ്ക്ക് തോന്നില്ല. അത്ര ഇഷ്ടമാണ്. ഫേവറേറ്റ് പാട്ടാ അല്ലേ? ഉം. അയ്യോ, അത് നല്ല രസമായിട്ട് ഇന്ന് റിയാൻകുട്ടൻ പാടി. ഓക്കെ, താങ്ക് യു ചേച്ചി. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു. എനിക്ക്
ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായാലും അവസാനം പാടിയ ആ മൂന്നാമത്തെ ചരണമാണ് കേട്ടോ. ഓ ആ വാനത്തിനിരുളിൽ വഴിതെറ്റി വന്നു ചേർന്ന് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ പറ്റി കേട്ടോ. വാനത്തിനിരുളിൽ വഴിതെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ വാനത്തിനിരുളിൽ വഴിതെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ശബ്ദത്തിന് വയ്യായികയുണ്ടോ ചെറിയ? ശബ്ദത്തിന് വയ്യായികയല്ല, ഉം. അത് ഈ കോൾഡ് വന്നായിരുന്നു എനിക്ക്. അപ്പം ആ. ഇപ്പൊ എനിക്ക് ഇതിന് കേറുന്നതിന് മുമ്പ് എനിക്ക് നല്ല കഫം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇച്ചിരി മാറിയ പോലെ ഉണ്ട്. അത് ആക്ച്വലി ശബ്ദത്തിൽ ആ ഒരു സ്ട്രെയിൻ കേൾക്കാനുണ്ട്. പിന്നെ ഒരു സ്ലിപ്പ് വന്നതൊക്കെ ഉണ്ടായിരുന്നു. ആ ചരണത്തിന്റെ അവിടെ മൂകസങ്കല്പം പോലെയൊക്കെ പാടിയപ്പോഴത്തേക്കും ചെറിയ സ്ലിപ്പുകൾ ഇങ്ങനെ നോട്ടീസ് ചെയ്തു ഞാൻ. ഈ പാട്ട് തുടങ്ങുമ്പോൾ ഉള്ള ഇന്നലെ മയങ്ങുമ്പോൾ ആ അതൊരു ക്ലാരിറ്റി കുറവുണ്ടല്ലോ റിയാൻകുട്ട, ചെറുങ്ങനെ. ആണോ? ഒന്ന് പാടിത്തരാവോ അത്? ഇന്നലെ മയങ്ങുമ്പോൾ ഇന്നലെ ഇന്നലെ മയങ്ങുമ്പോൾ Yes. ഇപ്പൊ ശരിയായി. ആ. അതുപോലെ ആ താളം തുടങ്ങിയതിന് ശേഷമുള്ള ഇന്നലെ മയങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു? ഇന്നലെ മയങ്ങുമ്പോൾ ഇന്നലെ ഒന്നുകൂടെ. മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു. ആഹാ. കേട്ടുണർന്നു. അയ്യോ അത് കേട്ട് 4 പ്രാവശ്യം കണ്ട ഉണർന്നു. അതെ, അത് പിന്നെയും പിന്നെയും കേട്ടിരിക്കാം. ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. താങ്ക് യു. മിടുക്കനായിട്ട് പാടി, ഒരുപാട് ഭാഗങ്ങളും നല്ല രസമായിട്ട് പാടി കേട്ടോ. ഓക്കെ താങ്ക് യു ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഇന്ന് രേങ്കുട്ടൻ പാടിയത് എങ്ങനെയാ? ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? ആദ്യമായിട്ട് പറയേണ്ടത് ഒരു മണം പോലെയാണ്. മാതളപ്പൂ മൊട്ടിൻ മണം പോലെ, അങ്ങനെയാണ്. മാതളപ്പൂ മുട്ടിൻ മണം പോലെയാണ്. അതുപോലെയാണ് ഇപ്പൊ പാടിയത്. അങ്ങനെ ഒരു മണം അവിടെ കിട്ടിയേട്ടാ. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമുട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോ. ഓക്കെ സാറേ. പിന്നെ വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. ആ ആ വെൺമുകിൽ കൊടി പോലെയായിരുന്നു. ഓഹോ. അതുപോലെയാണ് പാടിയത്. ഓക്കെ സാറേ. പിന്നെ പൊന്നിൻ ചിലം പോലെ കേട്ടുണർന്നു. ആ. അപ്പൊ മാത്രമല്ല, ഈ പാട്ട് റിയാൻകുട്ടൻ പാടിയ പാട്ട് കേട്ട് നമ്മളിങ്ങനെ ഉണർന്നു. എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു രക്ഷയില്ലട്ടോ. താങ്ക് യു സാർ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു പക്ഷേ ഈ പാട്ടിനെ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് റിയാൻകുട്ടൻ പാടുമ്പോൾ. അതിന്റെ സംഗതികളൊക്കെ പാടുന്നത് വളരെ ഒരു ലൈറ്റർ വെയിനിലാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാറേ. പിന്നെ പൗർണമി സന്ധിതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതില് പാലാഴി നീന്തി വരുന്ന സംഗതി ഒരു മൈക്രോ സംഗതികളാണ്. ഇങ്ങനെ ടച്ച് ചെയ്ത് ഒരു ഫുൾ ചിത്രം വരയ്ക്കുന്ന പോലെ അങ്ങനെ പാടിയില്ലേ. അതെന്തായിരുന്നു പരിപാടി? അതെങ്ങനെയായിരുന്നു റിയാൻകുട്ടാ? പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. താങ്ക് യു സാർ. അതങ്ങനെയാണ്. ഒരു ഗസലിന്റെ ചായയോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തില് ഈ ഹർക്കത്ത് എന്ന് പറയുന്നത് അതിനെ ഓവർ ഡു ചെയ്യാതെ, ഹർക്കത്തോ ഹർക്കത്ത് എന്നാ പറയാ, നമ്മൾ സംഗതി എന്ന് പറയില്ലേ, അതിനെ ഹർക്കത്ത് എന്ന് പറയും. ഓ ഹർക്കത്തിനെ ഓവർ ഡു ചെയ്യാതെ അതെങ്ങനെയാണോ വേണ്ടത് ആ അത്രയും എമൗണ്ട് മാത്രം കൊടുക്കുക. അത് റിയാൻകുട്ടന് നന്നായിട്ട് മനസ്സിലായിരിക്കുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ റിയാൻകുട്ടന് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെയാണ് പാട്ട് കേൾക്കുന്നത്, പാട്ട് പഠിക്കുന്നത്, പാട്ട് സ്വായത്തമാക്കുന്നത്. ഓക്കെ സാർ. താങ്ക് യു. ഒരു ഒത്തിരി സന്തോഷ് ട്രോഫി ആയി കേട്ടോ. ഓ താങ്ക് യു. വെൽക്കം സാർ. റിയാൻകുട്ടൻ, ഓ ഉണ്ണി സാറേ, അങ്ങനെ മതിമറന്ന് ഇരിക്കുകയാണ് നമ്മളൊക്കെ. ഓ കാരണം ഈ സെലക്ഷൻ ഓഫ് സോങ് ഒരു 1.5 സെലക്ഷൻ അത്. താങ്ക് യു സാർ.
ഇത് ബാബുക്ക പാടിയത് കേട്ടിട്ടുണ്ടോ മോനെ? ഇല്ല. ആ, അയ്യോ, അത് അതും കേൾക്കണം കേൾക്കണം കേട്ടോ. ആ ദാസേട്ടൻ പാടിയത് ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതും കേൾക്കണം. അത് വേറൊരു അത് flavor വേറൊരു ആണത്. ഫീലാണ്. അതെ. സിനിമയില് അല്ല അല്ലേ? അല്ല സിനിമയിലല്ല. അത് പുള്ളി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പ്രോഗ്രാംസ് ഹാർമോണിയം വായിച്ചിട്ട് പാടിയിട്ടുണ്ട്. അതെ. പിന്നെ ദാസേട്ടൻ പാടിയിട്ടുള്ള പല സാധനങ്ങളുണ്ടല്ലോ, ആ. അതിൽ ചില സാധനങ്ങള് മോന് വളരെ ഈസി ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് പാടിയിട്ടുണ്ട് ഇതില്. ഓക്കെ സാറേ. അതായത് ഇങ്ങനെ ഒരു ഫെദർ ടച്ചിലാണ് ദാസേട്ടൻ പാടിയിട്ടുള്ളത്. അത് മോനും അതേമാതിരി പുഷ്പമാരി പാടി. താങ്ക് യു സാർ. പൗർണമി സന്ധ്യതൻ പാലാടി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. പൗർണമി സന്ധ്യതൻ പാലാടി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. ഇന്ന് എനിക്ക് തോന്നിയത് റിയാൻകുട്ടനെ വോക്കലി കുറച്ചൊരു ടയേർഡായിട്ട് തോന്നി. യെസ്. അപ്പൊ അതുകൊണ്ട് ചില ഭാഗത്ത് മാത്രം അനുപല്ലവിയിലും ചരണത്തിലൊക്കെ ഒരു ചില സാധനങ്ങൾ അങ്ങോട്ട് എത്താത്ത മാതിരി തോന്നി മോനെ. ഓ അപ്പൊ അതൊന്നും കൂടി ശ്രദ്ധിക്കണം മോനെ. ഓക്കെ വോക്കൽ സ്ട്രെങ്ത് നല്ലോണം ഡെവലപ്പ് ചെയ്യണം, ഓക്കെ. ബ്രെത്ത് നല്ലോണം ഡെവലപ്പ് ചെയ്യണം. ബ്രെത്ത് നല്ലോണം ഉണ്ടെങ്കിൽ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നേനെ. ഓ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ഓക്കെ, ഗുഡ് ലക്ക് ആൻഡ് ബെസ്റ്റ് വിഷസ്. താങ്ക് യു സാർ. മാർക്കറിയാം റിയാൻകുട്ട? ആ മാർക്കർ. റിയാൻകുട്ടൻ, ആ ഇന്നത്തെ മോന്റെ മാർക്ക് ആ 97.5 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. റിയാൻകുട്ട, ആ ഓൾ ദ വെരി ബെസ്റ്റ്. പനിയൊക്കെ നമുക്ക് വേഗം മാറ്റാം കേട്ടോ. ഓക്കെ ഓക്കെ. ബൈ ബൈ റിയാൻകുട്ട. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. മയങ്ങുമ്പോൾ ഒരു മണിക്കിനാ